കൂട്ടുകാരെ ഉണ്ടല്ലോ, ഇന്നത്തെ ജഫർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്, അതായത് ഇപ്പൊ നല്ല അത്യാവശ്യം മഴയും നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റിനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പൊ നമ്മളോടുണ്ടല്ലോ കുറെ പേര് നമ്മളോട് പ്ലാന്റ്സുകൾ വാങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇനി അല്ലാത്തവർക്കും എല്ലാം നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ എങ്ങനെ ഈ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ കെയർ ചെയ്ത് നല്ല രീതിയിൽ ഒരു ചെടി ആക്കിയെടുക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് അതിന്റെ എല്ലാ വിവരങ്ങളും കാണാം കേട്ടോ. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഒത്തിരി ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. സാധാരണ രീതിയിലുണ്ടല്ലോ നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടില് ഇതുപോലെ എങ്ങനെ നിറച്ചിങ്ങനെ ബോൾസം പ്ലാന്റ് പൂവിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ ചെടികൾ നമ്മുടെ ഇവിടെ നല്ല പൂവിട്ട് നിന്ന് അങ്ങനെ ഒത്തിരി വലുതായി പോയായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ ഫുള്ളും കട്ട് ചെയ്ത് നമ്മൾ ആ പ്ലാന്റിനെ ഇവിടുന്ന് മാറ്റി ഇവിടെ നമ്മളിപ്പോൾ പുതിയ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കണാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് തന്നതുപോലത്തെ പ്ലാന്റ് ആണ് ഞാനിവിടെ നട്ടു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ പോട്ടിലൊക്കെ നട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു പ്ലാന്റിനെ ഇതുപോലെ നിൽക്കുന്ന പ്ലാന്റിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ കെയർ ചെയ്ത് ഒരു നല്ലൊരു ബുഷിയാക്കി എടുത്ത് നല്ല ഫ്ലവർ ആയി വരുന്നതെന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാട്ടോ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് നമ്മളിവിടെ നട്ടുകൊടുത്ത് ഇതാ നല്ല ഭംഗിയായിട്ട് നിറച്ച് നമുക്ക് പൂക്കൾ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് കണ്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബുഷിയായിട്ട് വരാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നത്, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആയാലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിങ്ങനെ ഒരു പൂവൊക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പൂവിനെ നമുക്കങ്ങോട്ട് എന്താ പറയാ കളയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ ഈ ഒരു പൂവിനെ നോക്കരുത്, നമ്മൾ അതിന്റെ തലഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് നമ്മൾ ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനങ്ങോട്ട് ബുഷിയാക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ തൊട്ട് താഴേന്ന് ഇത് കണ്ടോ ഇതുപോലെ ചെറിയ ലീഫുകൾ വന്ന് ഈ ഒരു പോട്ട് നിറഞ്ഞിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് നമുക്ക് പൂവിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും മാറ്റി കുത്തിപ്പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ പ്ലാന്റ്സ് വാങ്ങുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ എല്ലാവരും നട്ടുകൊടുത്ത് എല്ലാവരുടെ പ്ലാന്റ്സും ഇതുപോലെയാണോ നിൽക്കുന്നത്, ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടാണോ എന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. ഇത് കണ്ടോ ഇതുപോലെ നമ്മുടെ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ ഇതാ നിറച്ച് നല്ല ഭംഗിയായിട്ട് മുട്ടുകളും ഒക്കെ വന്ന് കണ്ടോ ഇതുപോലെ ബുഷിയായിട്ട് അങ്ങ് പ്ലാന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡബിൾ ബോൾസം പ്ലാന്റ് ആണ്. ഞാൻ അത്യാവശ്യം മഴയുള്ളതുകൊണ്ട് പ്ലാന്റ് അങ്ങനെ നാശമായി പോകണ്ട എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബോൾസം പ്ലാന്റ് വളർത്തുന്നവര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ചെടി ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ വരും, പക്ഷേ ഈ വരുന്ന ഓരോ മൊട്ടുകളും ഉണ്ടല്ലോ അത് അവിടെ നിന്നോട് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പൊ ഈ മൊട്ടുകൾ കൃത്യമായിട്ട് വിരിഞ്ഞു വരാത്തത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അതിന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയാ ഒരു ജമ്പ് എന്ന് പറഞ്ഞ ഒരു പെസ്റ്റിസൈഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ മാർഗമുള്ളവര് അത് വാങ്ങിയിട്ട് നമ്മുടെ ചെടികളിലൂടെ സ്പ്രേ ചെയ്യും കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവര് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതിയേ. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി അതൊന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ലിക്വിഡ് ഉണ്ടല്ലോ സോപ്പിന്റെ, അത് എല്ലാം കൂടെ നമ്മൾ ഒരു 2 ml എടുത്തിട്ട് നമ്മൾ നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച കൂടുമ്പോൾ നമ്മുടെ ചെടികളിലൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ബാൾസം ചെടിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും വരാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മാക്സിമം നമ്മൾ ഈ ഒരു സമയത്ത് മഴയാണ്, അപ്പോൾ ഒത്തിരി വെള്ളങ്ങൾ അങ്ങനെ നമ്മൾ കൊടുക്കാതിരിക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ അധികം മഴ കൊള്ളുന്നിടത്ത് വെക്കാതിരിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു തവണ ഫംഗിസൈഡ് നിർബന്ധമായിട്ടും കൊടുക്കുക. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഒരു പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. കാണുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ നമ്മുടെ ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര വലിപ്പമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. 2 കളറുകൾ കൂടി ചേർന്നതാണ്. ഇതിൻ്റെ ഉണ്ടല്ലോ പ്ലാന്റ് നമ്മളോട് ഈ ചെടി കാണുമ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ആകെ ഒരു 2 പ്ലാന്റാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള കട്ടിങ്സൊക്കെ നമുക്ക് മാറ്റി പിടിപ്പിച്ചിട്ട് വേണം നല്ല ഭംഗിയുള്ള കുറേ ചെടികളാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതുണ്ടല്ലോ ഇതൊറ്റ ചെടിയിൽ നിന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ഇതൊരു സൈസ്, പക്ഷേ ഇതിൽ വിരിയുന്ന ഫ്ലവർ ഉണ്ടല്ലോ ഇത് കണ്ടോ കുറച്ചും കൂടെ നല്ല റെഡ് കൂടുതൽ. ഇത് കണ്ടോ, പക്ഷേ ഒരേ ചെടിയിൽ നിന്ന് നമ്മൾ മാറ്റി പിടിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് റെഡിൻ്റെ ഇത് കൂടുതലുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇതിലോട്ട് വരുമ്പോൾ കണ്ടോ
റെഡ് കുറച്ച് കുറഞ്ഞ് കൂടുതലും വൈറ്റ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുറേ പൂവുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ. ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് എല്ലാം ഇങ്ങനെ തന്നെ നിലത്ത് വീണ് വേണ്ടോ ഇങ്ങനെ ഫുള്ളും പെട്ടെന്ന് കൊഴിഞ്ഞു പോവാണ്. അതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാനിത് കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം ഒരു സംഭവം കാണിച്ചു തരാം. ബോൾസം പ്ലാന്റിലൊക്കെ ഇങ്ങനെ വേര് വരാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പം ഇത് കണ്ടു. ഇത് എൻ്റെ ചെടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ മഴയത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചെടിക്ക് വലിയ കംപ്ലയിൻറ്റ് വരാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല, പക്ഷേ ഞാൻ മാറ്റി വെക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നിറച്ച് നമ്മുടെ ചെടിയിൽ എല്ലാ ഭാഗത്തും ഇതാ ഫുള്ള് റൂട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു കഷ്ണം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് നടുമ്പോഴല്ല നമുക്ക് വീണ്ടും കുറേ പുതിയ ചെടികൾ ഒരു ചെടിയിൽ നിന്ന് ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ബോൾസം ചെടി പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലെയുള്ള ഇങ്ങനെ മഴയത്തൊക്കെ വെച്ച് ഇങ്ങനെ വേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റി പിടിപ്പിച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇപ്പം അത്യാവശ്യം നല്ല ബുഷിയായിട്ടൊക്കെ വന്ന് ഫ്ലവർ ഇടാനായിട്ടുള്ള ചെറിയൊരു കണ്ടോ നല്ല എല്ലാത്തിലും ഇങ്ങനെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ ഇപ്പം കൊടുക്കുന്ന ഒരു വളം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വന്ന് ഫ്ലവർ ഇടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്നറിയാമോ? ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക NPK 19 അതുപോലെ തന്നെ DAP അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ചാണകപ്പൊടി ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്ത് ഈ മഴക്കാലത്ത് അത് ചെയ്യണ്ട. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പ്ലാന്റ് നാശമായി പോകും. അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളൊരു 5 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ NPK 19. അപ്പോൾ ഇതങ്ങ് കൊടുക്കുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്ന് നിറച്ച് പൂക്കളും കൂടെ തരാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ചെടീൻ്റെ ഇലകളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻ്റ് ആയിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാ ചെടികളിലൂടെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ ആ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് അതായത് നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറഞ്ഞു വരുന്നൊരു ചെടിയാണ്. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം ചെറിയൊരു ഷെയ്ഡിൽ വെക്കണം കേട്ടോ. ഇങ്ങനെ കൂടുതൽ മഴ കൊള്ളുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ മഴവെള്ളം വീഴുമ്പോൾ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റിൽ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരും കേട്ടോ. അപ്പം അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കും. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് ഒക്കെ ആവശ്യമുള്ളവർ ഇപ്പം നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളവരൊക്കെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും വാങ്ങി നടാവുന്നതാണ്. അപ്പം നമുക്കിനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.